കേട്ടി ഐഷു ഇഷാന, ഇന്ന് നമുക്ക് വാഷിംഗ് മെഷീൻ വേണ്ട. നമുക്ക് ആ കുളക്കരയിൽ പോയി തുണി അലക്കാം. അതാവുമ്പോ നമുക്ക് വിശേഷവും പറയാമല്ലോ, കുളിക്കുകയും ചെയ്യാം. നിനക്ക് വട്ടാണോ പാറു? ഈ വെയിലത്ത് അത്രയും ദൂരെ തുണിയും ചുമന്ന് നടക്കണോ? മെഷീനിൽ ഇട്ടാ പോരെ? അതെ പാറു, അവിടെ പോയാൽ തുണി അലക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളത്തിൽ കളിക്കുമല്ലോ നീ. അവസാനം തുണി നനയ്ക്കുന്നതല്ലാതെ അഴുക്ക് പോവില്ല. നീ പോടി, അലക്കൊരു ആർട്ടാണ്. നല്ല ചൂടെന്നല്ലടി. പാർക്കുട്ടി കുട്ട എന്റെ കയ്യിൽ താടി, ഞാൻ പിടിച്ചിരിക്കാം. വേണ്ടടി, ഞാൻ പിടിച്ചിരിക്കാം. ഹായ് ആഷ്ലി, സുഖം തന്നെ. ഡീ, നിങ്ങളൊക്കെ എവിടെയാടി പോണ്? ഞങ്ങളില്ലേ കുളത്തിൽ തുണിയൊക്കെ അലക്കാൻ പോന്നാ. എന്താ നീ വരുന്നോ? നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ അല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ കുളത്തിൽ പോണേ? വെറുതെ ഒരു രസത്തിനാ. ഞാൻ അമ്മയടുത്ത് ചോദിക്കട്ടെ നിങ്ങളുടെ കൂടെ വരട്ടേന്ന്. ആ, വേഗം ചോദിച്ചിട്ട് വാ. ചേച്ചി, എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിട്ട് വയ്യ. അമ്മ പറഞ്ഞു ഇന്നലെ തന്നെ എല്ലാ തുണിയും അലക്കിയെന്ന്. വേറെ കുറച്ച് തുണിയെങ്കിലും ഉണ്ടെന്ന് നോക്കി, ഒന്നുമില്ല അലക്കാൻ. അത് കുഴപ്പമില്ല, നമുക്ക് വേറൊരു ദിവസം ഒരുമിച്ച് പോവാമേ അലക്കാൻ. എന്തൊരു തണുത്ത വെള്ളമ്മ! ഈ ചൂടത്തെ തണുത്ത വെള്ളത്തിൽ കാലിടാൻ എന്ത് നല്ല സുഖമാ. ഇങ്ങ് നോക്ക്, ദാ ഇങ്ങനെ അലക്കണം. അയ്യോ ഐഷു, സോപ്പ് വെള്ളം നിന്റെ കണ്ണിൽ തെറച്ചോ എന്നാ? കണ്ണ് കാണാ വയ്യടി. നീ തുണി അലക്കാണോ അതോ ശത്രുവിനെ തല്ലുകയാണോ? പതുക്കെ തേക്കടി, തവളകളൊക്കെ ഇപ്പൊ കുമ്മളി വന്ന് പുറത്തിറങ്ങും. മിണ്ടാതിരിക്കും. ഈ വെള്ളത്തുണി കണ്ടോ? ഞാനിപ്പോ പല്ല് തേച്ച് വെളുപ്പിക്കുന്ന പോലെ ഈ തുണി വെളുപ്പിച്ചു തരാം. എടി പോറു, അതും വെള്ള തുണിയല്ല. അപ്പൂപ്പന്റെ മുണ്ട, നീ അതില് ബ്ലീച്ചിങ് പൗഡർ ഇട്ടോ? അയ്യോ പാറു, നിന്റെ ആ പുതിയ ഡ്രസ് വെള്ളത്തിൽ ഒഴുകി പോകുന്നു, പിടിക്കടി അതിനെ. എനിക്ക് നീന്താ അറിഞ്ഞൂടാ. പാറു, നീ തന്നെ ഇറങ്ങിക്കോ. കണ്ടോ, പരദോഷണം പറഞ്ഞിരുന്നപ്പോ തുണി പോയത് കണ്ടില്ലേ? എന്റെ ഡ്രസ്സേ, നീ എന്നെ വിട്ടു പോവുകയാണല്ലോ. പാവം പാറു, തുണി എടുക്കാൻ അവളെ ഒറ്റയ്ക്ക് പോന്നു. നമുക്ക് സഹായിക്കായിരുന്നല്ലടി. ഇപ്പോഴാ അലക്കിയ കറക്റ്റ് ആയത്. തുണിയോടൊപ്പം പാറുവിനെ അലക്കി. എന്റെ ഭഗവാനെ, നിങ്ങൾ എന്താ കുളത്തിൽ വീണോ? തുണി അലക്കാൻ പോയിട്ട് സ്വന്തം ശരീരം അലക്കി വന്നതാ? ചേച്ചി, അത് ഒരു ചെറിയ അപകടം പറ്റിയതാ. പക്ഷെ എല്ലാ തുണിയും ഞാൻ വെളുപ്പിച്ചെന്നല്ല, വെളുപ്പം കാലത്ത് ഇറങ്ങി നമ്മൾ. ആന്റി ഇപ്പൊ ചോദിപ്പിക്കും. ആ ആന്റി വരുന്നു. എന്താ ഇവിടെ? എന്റെ വെള്ളസാരി എവിടെ? അത് ഈ കുട്ടയിൽ കാണുന്നില്ലല്ലോ. അമ്മ, അത് കുറച്ച് ദൂരേക്ക് യാത്ര പോയത്. യാത്ര പോയിരുന്നോ? എടി, എന്റെ വെള്ളസാരി നീ കളഞ്ഞല്ലേ. ഓടിക്കോ മക്കളെ. യാത്ര പോകുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഗൈസ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ കമന്റ് ചെയ്യണം. ഐ റിച്ചു, ഐ മിച്ചു, ഐ സഫാന, ഹായ് സഫ, ഹായ് അനുഗ്രഹ, ഐ സഫീഖ്, ഐ അദ്വിക, ഐ ശിവാനിയ, ഐ നീലമന്ത്ര. ഇവരൊക്കെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തവരാണ്. നിങ്ങളുടെ പേരും ഇതുപോലെ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഡെയിലി കമന്റ് ഇടുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഏത് കളർ കൊണ്ടാണ് പാർക്കുട്ടി അലക്കി വെളുപ്പിച്ചത്? ആദ്യം കമന്റ് ചെയ്യുന്നവരെ പിൻ ചെയ്യുന്നവരെ. തെറ്റിച്ച് കമന്റ് ചെയ്താലും കുഴപ്പമില്ല, തെറ്റിച്ച് കമന്റ് ചെയ്താൽ ലൈക്ക് തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്.